ഹായ് മക്കളെ, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് IUPAC നെയിം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറെ പേർക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് IUPAC നെയിം പഠിക്കുമ്പോൾ ഈ മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, ലിഗാൻഡ് എന്നൊക്കെ മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ ഈ ചാപ്റ്റർ സാധ്യതയുണ്ട്. എങ്ങനെ നെയിമിങ് കൊടുക്കുക എന്നുള്ളത് എല്ലാ വർഷവും എക്സാമിനുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എടാ, ഞാൻ വളരെ ഈസി ആയിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. നമുക്ക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കേടാ. സോ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ. ഓക്കേടാ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓർഗാനിക് കെമിസ്ട്രിയുടെ ടോപ്പിക് 1 മുതൽ ലോഞ്ച് ആവും. ഓക്കെ, എന്തായാലും നമുക്ക് എങ്ങനെയായാലും എക്സാമിനുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ. ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടെയാണ് കേട്ടോ. കോർഡിനേഷൻ കോമ്പൗണ്ട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. സോ IUPAC നെയിം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികളും എക്സാമിന് ചിലപ്പോൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ശരിയാക്കാൻ നോക്കാം. വളരെ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശരിയാക്കാം. നിങ്ങൾ എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കരുത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 2 ടൈപ്പ് സ്റ്റുഡന്റ് ഉണ്ട്. ചില ആളുകൾക്ക് എല്ലാം മെമ്മറൈസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കും. അത് ജന്മനാ കിട്ടുന്നതല്ല, അത് എന്താ പറയുക, പതിയെ പതിയെ സ്കൂൾ ലൈഫിൽ കിട്ടുന്നതാണ്. എന്നാൽ ചില ആളുകൾക്ക് എല്ലാം മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിക്കോളുന്നില്ല. പതിയെ കുറച്ച് കാര്യങ്ങളെ മെമ്മറിയിൽ ഉണ്ടാവും, ബാക്കിയൊക്കെ മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഓർക്കുക എന്ന് മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ചുമ്മാ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് എക്സാം ഹോളിൽ പോയിട്ട് തലി തിരിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവരുത്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ IUPAC നെയിം വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 10 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ. ഇത് ഞാൻ പറയുന്ന വാക്കാണ്, 100%. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും 14 വർഷത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 100% ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യോടാ എക്സാമിന് ചോദിക്കുള്ളൂ. ഉറപ്പ്. ഈ 10 ചോദിക്കുള്ളൂ. അത് ഇച്ചിരി 10 എഴുതി കൊണ്ടുപോകാന്നല്ല മീനിങ്. 10 കൊണ്ടുപോയിട്ട് കാര്യമില്ല, നമ്മളത് പഠിക്കുക. വളരെ സിമ്പിൾ ആടാ, വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഓക്കെ, സോ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എടാ, ഫസ്റ്റ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുറെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും. അതിനൊരു IUPAC നെയിം കൊടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ദാറ്റ് ഈസ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഒരു കൂട്ടമായ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഇതിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളുടെ പേരുകൾ ഒന്ന് അറിയാം. ഞാൻ പറയുന്നത് എല്ലാം അറിയേണ്ടതാണ്. ബേസിക്കലി 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങൾ മൊത്തത്തിൽ അറിയാൻ പോകുമ്പോഴാണ് പേടിയാവുന്നത്. ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് കോർഡിനേഷൻ സ്ഫിയർ, ഇത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഈ കോർഡിനേഷൻ സ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ബ്രാക്കറ്റുകളെയാണ് കോർഡിനേഷൻ സ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ലപ്പാ. നമുക്കൊരു IUPAC എഴുതാൻ ഇപ്പൊ ഒരു കോർഡിനേഷൻ സ്ഫിയർ എന്നുള്ള പേര് പോലും ഓർക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിട്ടിട്ടുണ്ട്. ഈ പേര് ഓർക്കണം പോലും ഇല്ല, വിട്ടുകളാം. അടുത്തത് കോർഡിനേഷൻ എൻറ്റിറ്റി. ഈ എൻറ്റിറ്റിയും ഞാൻ പറഞ്ഞ പോലെ ഇത് ഓർക്കണമെന്നില്ല. ഈ എൻറ്റിറ്റി എന്ന് പറയുന്നതാ ഈ ഒരു ടോട്ടൽ ടീമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതാ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇതും ഞാൻ പറയുന്നത് നിങ്ങൾ ഓർക്കണം എന്നില്ലടാ. ഇതും വിട്ടുകളാം, ഇതും വേണ്ട. ഓക്കെ, ഇനിയുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ മെറ്റൽ ആറ്റം. ഏതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിലും ഇവിടെ ഒരു ആറ്റം ഉണ്ടാവും, സെൻട്രൽ മെറ്റൽ ആറ്റം. എപ്പോഴും ഇവിടെ ആയിട്ടാണ് ആദ്യം കാണുന്നതായിരിക്കും എന്ത്, നമ്മുടെ ഒരു മെറ്റൽ ആയിരിക്കും. അത് മനസ്സിലായ മെറ്റൽ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാടാ എക്സാമിന് അവിടെ ഉണ്ടാവുക. അപ്പൊ ഒരു മെറ്റൽ ഉണ്ടായിരിക്കും അവിടെ, എന്തെങ്കിലും ഒരു മെറ്റൽ നമുക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ ഓർക്കണം. പിന്നുള്ളതാണ് ലിഗൻസ് എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ലിഗൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ മെറ്റലിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് മെറ്റലിന്റെ കൂടെ കമ്പനി അടിച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ, കമ്പനി അടിച്ച് നിൽക്കുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്, ലിഗാൻസ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ പേര് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ. അല്ല, ഒരു ഫ്രണ്ട് അല്ല, ചിലപ്പോൾ 1-ൽ കൂടുതൽ ഫ്രണ്ട്സുകൾ ആർക്കുണ്ടായിരിക്കും, മെറ്റലിന് ഉണ്ടായിരിക്കും. നമുക്ക് അങ്ങനെയല്ലടാ, ചില ആളുകൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 1-ൽ കൂടുതൽ ഫ്രണ്ട് ഉണ്ടാവും. അത് എക്സാമിന് കോർഡിനേഷൻ കോമ്പൗണ്ട് തരുന്നതിനനുസരിച്ചിരിക്കും ഓരോ മെറ്റലിനും എത്ര ഫ്രണ്ട്സ് ആണുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, അതപ്പൊ നോക്കാം. ഇപ്പൊ എന്തായാലും മെറ്റലിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് എന്ത് എന്ന് മാത്രം പഠിച്ചു വെക്കുക, ലിഗാൻസ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, എടാ പിന്നെ കൗണ്ടർ അയൺസ്. ഈ കൗണ്ടർ അയൺസ് എന്നുള്ള പേര് വേണമെങ്കിൽ മറന്നാലും കുഴപ്പമില്ല മക്കളെ. ഈ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ അടിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ആളാണല്ലേ. നമ്മളൊരാൾ കൗണ്ടർ അടിക്കാന്ന് പറഞ്ഞ പോലെ ചിന്തിച്ചാൽ മതി. പുറത്ത് നിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതാ, കൗണ്ടർ അയൺസ് എന്ന് വിളിക്കുന്നത്. അത്രയും ഓർത്താൽ മതി, അല്ലാണ്ട് കൗണ്ടർ അയൺസ് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട കേട്ടാ. അപ്പൊ അതൊന്നും വലിയ പ്രശ്നമല്ല. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത് സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവും. അത് സിംപ്ലി നമുക്ക് ഇവിടെ ഉണ്ടാവും, ഒരു മെറ്റൽ ഉണ്ടായിരിക്കും, സിംപ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് ടഫ് ആവില്ല. അതുപോലെ ലിഗൻസ്, മെറ്റലിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ലിഗൻസ്. അതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക, കൗണ്ടർ പുറത്തുള്ള ആളും. ഇനി കോർഡിനേഷൻ നമ്പർ.
ഈ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ഈ ലിഗൻസിന്റെ നമ്പറാണ് കോർഡിനേഷൻ നമ്പർ. ഇതാ ഞാൻ ഇവിടെ കാണിക്കാം. ഈ ലിഗൻഡിന്റെ അവിടെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഈ ലിഗൻഡിന്റെ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ എന്ത് കോർഡിനേഷൻ നമ്പർ. അപ്പൊ ഒന്നിൽ കൂടുതൽ ലിഗൻസ് ഉണ്ടാവും. അതൊക്കെ അപ്പൊ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റം എന്താണെന്നുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതാണ് ഇമ്പോർട്ടന്റ്. ഇതിലടാ ലിഗൻസുകൾ ഇമ്പോർട്ടന്റ് ആണ്. എടാ ഒരു ഏറെക്കുറെ ഒരു ഐഡിയ ഇത് മതി, മനസ്സിലായില്ലേ? ഇനി പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ബാക്കി നമ്മൾ നോക്കുന്നത് എങ്ങനെ നെയിമിംഗ് കൊടുക്കുക എന്നുള്ളത്. തൽക്കാലം ഒരു ഐഡിയ ഉണ്ടാവുക, ഒരു കൂട്ടം ആളുകളാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ആ ഒരു മെറ്റൽ ഉണ്ടായിരിക്കും, മെറ്റലിനെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആള് ലിഗൻഡ് ആണ്, പുറത്തിരിക്കുന്ന ആൾ കൗണ്ടർ ആണ്. അതൊന്നും വേണ്ട, വിട്ടുകളാം. അപ്പൊ ആവശ്യമുള്ളതൊന്ന് സെൻട്രൽ മെറ്റൽ ആറ്റാടാ, ഒന്ന് ലിഗൻഡ് ആണ്. ലിഗൻഡ് ഒന്നോ ഒന്നിൽ കൂടുതലോ വരാം, ഒന്നോ ഒന്നിൽ കൂടുതലോ വരാം. അവരെയാണ് ഹോമോലെപ്റ്റിക്കും ഹെറ്ററോലെപ്റ്റിക് എന്ന് പറയുന്നത്. ഈ പേര് വേണമെങ്കിൽ മതി, ഹോമോലെപ്റ്റിക് ഒന്നും വേണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരാളാണ് ഇപ്പൊ NH3 അല്ലെ, NH3 മാത്രമാണുള്ളത്, ഇവിടെ അമോണിയ മാത്രമാണുള്ളത്. അപ്പൊ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഹോമോലെപ്റ്റിക് എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ വരും. ഇപ്പൊ അമോണിയയുടെ കൂടെ അവിടെ H2O വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരും, SO4- എന്തെങ്കിലും ഒന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഹെറ്ററോലെപ്റ്റിക്. അപ്പൊ ഈ പേരൊന്നും നമുക്ക് ആവശ്യമില്ലടാ. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എക്സാമിന് പഠിക്കുക. ഓക്കെ, എടാ ഇനി നമ്മൾ നോക്കുന്നത്, നമുക്ക് വേണ്ടതാ ഇത്രയും പേരുകൾ നമുക്ക് പഠിക്കണം. ഇത് പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണം. നമുക്ക് പേര് കൊടുക്കണോ, ഇത് പഠിക്കണം. പക്ഷെ ഇത് അത്ര സിമ്പിൾ ആണ്, നിങ്ങളത് മനസ്സിലാക്കാം. ഓക്കേടാ, ടൈപ്സ് ഓഫ് ലിഗൻഡ്. നമുക്ക് ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ കുറിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല. അത് എന്തെങ്കിലും ഒരു മെറ്റൽ അവിടെ കിടക്കുന്നുണ്ടാവും, നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ പേര് എഴുതുമ്പോൾ ആ പേര് എഴുതി വെച്ചാൽ മതി. പക്ഷെ ലിഗാൻഡ് അങ്ങനല്ല. നമുക്ക് തരുന്ന ലിഗാൻഡ്, മെറ്റലിനെ കണക്ട് ചെയ്തിട്ടുള്ള ലിഗാൻഡിന്റെ പേര് എഴുതുമ്പോ ഇവരെ നമുക്ക് അറിയണടാ. വളരെ സിമ്പിൾ ആണ്. നോക്കി നോക്കി, NH3 ഇപ്പൊ തന്നെ പഠിച്ചോ. സാധാരണ നമ്മൾ അമോണിയ എന്ന് പറയുന്നതിന് പകരം അമൈൻ എന്ന് പറയാം. എന്താണ് പേര്? അമൈൻ. ഇപ്പൊ പഠിച്ച് ക്ലിയർ ആക്കിക്കോ. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കണം നിങ്ങളുടെ നോട്ടില്. അത് നിങ്ങൾ അതൊന്ന് പഠിക്കണം. പകരം ഞാൻ പറഞ്ഞു ഇപ്പൊ പഠിച്ചോ, ഇപ്പൊ എഴുതാനൊന്നും സമയമില്ല, അത് പഠിച്ചുകൂടും. എന്താടാ NH3 എന്ന് പറഞ്ഞാൽ എന്താടാ? അമൈനാടാ. H2O എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ, അതിനൊക്കെ നമ്മൾ വേറെ അക്വ എന്നാ ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഷോപ്പുകൾക്കൊക്കെ അങ്ങനെ പേര് കാണാം, അക്വ. ദാറ്റ് ഈസ് H2O, അക്വ. ഇനി വെള്ളം വരുമ്പോൾ നമുക്ക് എന്താ പറയാ? അക്വ. ഓക്കെ, CO വരും. ഇമ്പോർട്ടന്റ് ആണ്. അതിലുള്ളത് എല്ലാ എക്സാമിനും വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരെണ്ണം മിസ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് എക്സാം ലെവലിലാണ് ഇതിനെ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ മിസ്സായി പോകാൻ പാടില്ല, കാരണം ഇതെല്ലാം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, CO എന്ന് പറഞ്ഞാൽ കാർബോണൈൽ. നമ്മൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് പറയും കാർബോണൈൽ. CO കണ്ടാൽ ഇനി എന്താണ്? കാർബോണൈൽ. അതുപോലെ OH- ഹൈഡ്രോക്സോ. എന്താണ് പേര്? പഠിച്ചോ? ഹൈഡ്രോക്സോ. അതുപോലെ തന്നെ Cl എന്ന് പറഞ്ഞാൽ ക്ലോറിഡോ. പഠിച്ചോ? Br എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രോമിഡോ അല്ലെ. അടുത്ത് SO4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. SO4 മറക്കരുതടാ. സൾഫേട്ടോ. ഇതേപോലെ നിങ്ങൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതിന്റെ മുകളിലുള്ള നമ്പറിന്റെ ചാർജും കൂടെ പഠിക്കണടാ. SO4 ആണ്, കാരണം നമുക്കത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിഡേഷൻ നമ്പർ ഒക്കെ എഴുതുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായ? അപ്പൊ അത് പഠിക്കുമ്പോ SO4 എന്ന് പഠിക്കടാ. Br- അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. Br- ആണ്, Cl- ആണ്, OH- ആണ്. അല്ലടാ, H2O ഒക്കെ നമുക്ക് പിരിയുമ്പോൾ H+, OH- ആയിട്ടല്ലേ? അതൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് തലമല്ലേ. സോ OH-, Cl-, CO കാർബോണൈൽ. അതുപോലെ ഈ CO-യുടെ കേസ് വരെ 0 ആണ്. അവിടെ നമ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ 0 വരാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ന്യൂട്രൽ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അത് ആദ്യമേ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ല. നമ്മളിത് ആദ്യമേ നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. ഏതൊക്കെയാണ് ന്യൂട്രൽ ആയിട്ട് വരാനുള്ളത് നമ്മൾ ആദ്യമേ സെറ്റ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലിന്റെ ചാർജ് എപ്പോഴും 0 ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് ആദ്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ കോമ്പൗണ്ട് എഴുതുമ്പോൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ പഠിച്ചു വെക്കും കേട്ടോ. ഒന്നും പറഞ്ഞുതരാം. CO ഇപ്പൊ തൽക്കാലം 0 ആണ്. അവിടെ പഠിച്ചോ. CO 0 H2O 0 NH3 ഒക്കെ എന്താടാ? 0 ആണ്. അതൊക്കെ ന്യൂട്രൽ ആണ്, 0 ആണ്. അപ്പൊ ഇനി എവിടെ CO-യും H2O-യും NH3 ഒക്കെ കാണുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് പഠിച്ചു വെക്കടാ. 0 ആണെന്ന് നമ്മൾ എന്ത് ചെയ്യടാ? പഠിച്ചു വെക്ക്. അപ്പൊ ഈ സെക്ഷൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. എടാ ഇതിനൊക്കെ പേരുണ്ട്. ഈ പേര് പറഞ്ഞ മോണോഡെൻഡേറ്റ് എന്നൊക്കെ പറയും. നിങ്ങൾ ഈ മോണോഡെൻഡേറ്റ് എന്ന് പഠിച്ചാലും വിഷയമൊന്നുമില്ല കേട്ടാ. നിങ്ങളിത് നോക്കും അടുത്തത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമുക്ക് വരുന്നത് EN. എവിടെയെങ്കിലും നമ്മൾ EN വരും. നമ്മൾ പ്രോബ്ലം നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. EN കാണാം. EN കണ്ടാൽ ഈ പേര് എഴുതണം മക്കളെ. എന്താടാ? ഈഥൈൻ 1,2-ഡയമൈൻ. എന്താടാ പേര്? ഈഥൈൻ 1,2-ഡയമൈൻ. നമ്മളിപ്പോ IUPAC എഴുതുമ്പോ EN കാണും. കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇനി എഴുതേണ്ട പേരെന്താടാ? ഈഥൈൻ 1,2-ഡയമൈൻ. അത് പഠിച്ചേ പറ്റൂ. ഈഥൈൻ 1,2-ഡയമൈൻ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് വന്നിട്ടുണ്ട്, പഠിച്ചേ പറ്റൂ.
ഓക്കെ. അതുപോലെ C2O4 നമ്മൾ വരും. C2O4. അപ്പൊ CN ന്റെ മണ്ഡലം എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. അപ്പൊ അത് പഠിച്ചോ, അഡീഷണൽ ആയിട്ട് പഠിച്ചോ. അപ്പൊ ഏതൊക്കെ നമ്മൾ 0 ഉള്ളത് പഠിച്ചോ. ഇപ്പൊ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത് വീണ്ടും പറയില്ല. NH3 കണ്ടാൽ നിങ്ങൾ 0 H2O പഠിച്ചോടെ, എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോ. H2O CO മണ്ഡലം എന്താടാ? 0 ആണ്. EN ന്റെ മണ്ഡലം എന്താടാ? 0 ആണ്. ഈ 4 കേസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു. ഇതേ എക്സാമിനുള്ളൂ, വേറെ പുതിയതായിട്ടൊന്നും വരില്ല, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ. ഇനി C2O4 ന്റെ മണ്ഡലം 2- ആണെന്ന് മറക്കണ്ട. C2O4 എവിടെ വന്നാലും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതുമ്പോൾ എന്താടാ? 2- ആണ്. -2 അല്ലെങ്കിൽ 2- ആണ്. അതങ്ങനെ പഠിച്ചു വെക്കേ. അതിനെ വിളിക്കുന്ന പേര് ഓക്സലേറ്റോ. എന്താടാ പേര്? ഓക്സലേറ്റോ. എക്സാമിന് വന്നിട്ടുണ്ടാ. അതിന്റെ പേരെന്താടാ? ഓക്സലേറ്റോ. 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 പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സയനോ എന്ന് പറഞ്ഞാൽ, ഇത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. സയനോ. CN കണ്ടാൽ, പ്രീവിയസ് ഇയറിൽ വന്നുകൊണ്ടാണ് ഞാൻ അത് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഇതല്ലാണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു IUPAC നിയമം നിങ്ങൾ തെറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വരുന്ന എക്സാമിന്, വരുന്ന എക്സാമിന് ഒരു കാരണവശാലും IUPAC നിയമം ഒരൊറ്റ കുട്ടികളെ തെറ്റരുത് എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ കേട്ടാ. CN എന്ന് പറഞ്ഞാൽ സയനോ. CN എന്ന് പറഞ്ഞാൽ സയനോ. അടാ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മണ്ഡലമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, 100% നിങ്ങൾ എന്ത് ചെയ്യണം? IUPAC നിയമം എഴുതിയിരിക്കും. തുടങ്ങാം. ഓരോന്ന് തുടങ്ങാം. അപ്പൊ ഓരോന്ന് എഴുതിയിരിക്കുക. എല്ലാവരും ഫസ്റ്റ് 1 മാത്രമേ എഴുതിയെടുത്താൽ മതി. എല്ലാവരും നോട്ട് എഴുതിക്കെ. ആ പേരൊന്ന് എഴുതിക്കെ. IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 2-3 വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ. മിനിമം ഒരു 2 നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കാം കേട്ടാ. പ്രതീക്ഷിക്കാം എന്നല്ല, ഉറപ്പായിട്ട് വന്നിരിക്കും. ഓക്കേടാ. So write the IUPAC name of following compound. First question എല്ലാവരും എഴുതിക്കടാ. CR. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയാൽ മതി കേട്ടോ. CR NH3 4 times H2O 2 times Cl3. എല്ലാവരും പേര് എഴുതിയ, ക്വസ്റ്റ്യൻ എഴുതിയ എല്ലാവരും. ഇനി നമുക്ക് എങ്ങനെയാണ് മക്കളെ പേര് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എല്ലാവരും എഴുതി. എടാ ഈ ഒന്നിനെ വിളിക്കുന്ന പേര് മോണോ. ഈ സാധനങ്ങൾ എല്ലാവർക്കും അറിയില്ലേ? മോണോ നമുക്ക് ഇവിടെ ആവശ്യം വരൂല, കാരണം 1 നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ല. സോ മോണോ, ഡൈ. 2 നമുക്ക് ഡൈ എന്ന് പറയും. 3 എന്ത് പറയടാ? ട്രൈ എന്ന് പറയും. 4 എന്ത് പറയടാ? ടെട്ര എന്ന് പറയും. 5 എന്ത് പറയടാ? പെന്റ എന്ന് പറയും. അല്ലെ? ഇത് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുടാ. അറ്റ്ലീസ്റ്റ് ഒരു 5 വരെയെങ്കിലൊക്കെ പഠിക്കേ. പെന്റ, ഹെക്സ, 6 ഹെക്സ കേട്ടാ. മാക്സിമം 6 സാറ് ക്വസ്റ്റ്യനിലേ കണ്ടിട്ടുള്ളൂ. ഹെക്സ കേട്ടാ. പിന്നെ ഫുൾ 10 വരെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു 10 ഒരു കുട്ടിക്ക് 10 വരെ എണ്ണാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, +2 മാർക്ക് മേടിക്കാന്ന് പറഞ്ഞ പോലെ. ഡൈ, ട്രൈ, ടെട്ര, പെന്റ, ഹെക്സ. ഇത് കറക്റ്റ് നിങ്ങൾക്ക് അറിയും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ച കാര്യങ്ങൾ. അപ്പൊ ഞാൻ മായ്ച്ചോളാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എഴുതി വെക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയണം. ബേസ് ആണ് അതൊക്കെ. ഓക്കെ, ശരി. ഇനി നമ്മൾ എങ്ങനെ പേര് കൊടുക്കും എന്നാടാ പറയുന്നത്. എടാ ഇവിടെ പേര് കൊടുക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു ഔട്ട്ലുക്ക് ഇട്ടാണ് നിങ്ങൾക്ക്. ഇവിടെ 2 കേസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കൗണ്ടർ അയണില്ലേ, കൗണ്ടർ അയൺ, അത് ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കണം. ഈ കൗണ്ടർ അയൺ ഇടക്ക് ലാസ്റ്റിലും വരും, ഫസ്റ്റിലും വരും. ഇപ്പൊ ഈ 2 ക്വസ്റ്റ്യനിൽ ലാസ്റ്റിലാണ് കൗണ്ടർ അയൺ കിടക്കുന്നത്. ഓക്കെ, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. മനസ്സിലായ? ഇപ്പൊ ഇവിടെ നോക്കി. ഇവിടെ കൗണ്ടർ അയൺ നേരെ എങ്ങോട്ടാന്ന്? ലെഫ്റ്റിലോട്ടാ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പുറത്തുള്ളതാണ് നമ്മൾ കൗണ്ടർ അയൺ എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ഇത് വരും കേട്ടാ. ഇപ്പൊ ലെഫ്റ്റിൽ വന്നു. അപ്പോ ഇപ്പൊ ഇതിന്റെ ഒക്കെ 2 റൈറ്റ് ആണ്, ഇത് റൈറ്റ് ആണ്. അപ്പോ നമുക്ക് എക്സാമിന് ഇതറാ ഇതുപോലെ ലെഫ്റ്റിൽ ഇവിടെ പൊട്ടാസ്യം ഉണ്ട്, K2 K3. അപ്പൊ ഇതുപോലെ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യടാ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വിഷ്വൽ അങ്ങനെ ഉണ്ടായിരിക്കണം. മനസ്സിലായത്? ട്രിക്കാടാ നമുക്ക് എക്സാമിന്. റൈറ്റ് സൈഡിലും കൗണ്ടർ ആണ് വരാൻ ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ലെഫ്റ്റ് സൈഡിലും വരാൻ ചാൻസ്. റൈറ്റും ലെഫ്റ്റും ചെന്ന ചെറിയ മാറ്റങ്ങളുണ്ട്. ഒരു ATയുടെ മാറ്റം ഉണ്ട്. AT എന്താണൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം. ഞാൻ ഓവറോൾ ആണ് പറയുന്നത് കേട്ടോ. നിങ്ങളൊരു പേടി മാറ്റാത്തതാണ് ലക്ഷ്യം. ഓവറോൾ, കാരണം അത് വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഓവറോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് സാർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കടാ. നമുക്ക് കൗണ്ടർ ഇതിന്റെ ഉള്ളിലുള്ള ലിഗാൻഡുകൾ ഒന്ന് പറഞ്ഞ മക്കളെ. ലിഗാൻഡുകൾ എത്ര ഉണ്ട്? എടാ ഇതൊരു ലിഗാൻഡ് ആണ്, ഇതൊരു ലിഗാൻഡ്. എന്തുകൊണ്ടാണ് മക്കളെ ഞാൻ ഇതിനൊരു ലിഗാൻഡ് എന്ന് പറയാൻ കാരണം? അപ്പൊ നമുക്കറിയാം ക്രോമിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ CR എന്ന് പറയുന്നതാണ് സെൻട്രൽ ആറ്റം. അതെല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒരു വട്ടം ടച്ചിട്ടുണ്ട്. സെൻട്രൽ ആറ്റത്തിന് ഞാൻ ഒരു വട്ടം ടച്ചിട്ടുണ്ട്. ആണ് നമ്മളെ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ ഫ്രണ്ട്സ്, കമ്പനിക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും നമ്മൾ എഴുതേണ്ടത് ലിഗാൻഡിന്റെ പേരിലാണ് നമ്മൾ എഴുതേണ്ടത്.
എങ്ങനെയാണ് എഴുതേണ്ടത്? പേര് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്രോമിയത്തിന് എടുത്തിട്ട് ചെയ്യണ്ട. ലിഗാൻഡിന്റെ പേര്, നമ്മളെ കൂട്ടുകാരെ, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ കൂട്ടുകാരെ എന്ത് ചെയ്യണം? ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കൂട്ടുകാരെ നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് NH3 അല്ലെ. NH3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എന്താ പറയണ്ട, ഞങ്ങൾ നേരത്തെ പഠിച്ച അമൈൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഞാൻ അങ്ങോട്ട് പോകണ്ടല്ലോ, നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? അമൈൻ ആണ്. എത്ര അമൈൻ ഉണ്ടാ? 4 കൂട്ടുകാരുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ടെട്രാ. എടാ ടെട്രാ കഴിഞ്ഞിട്ട് സ്പേസ് ഇടരുത് എക്സാമിന് കേട്ടോ, ഒരുമിച്ച് എഴുതാ. ടെട്രാ അമൈൻ, ടെട്രാ അമൈൻ. 4 അമൈൻ കൂട്ടുകാർ ആർക്കുണ്ടടാ? നമ്മുടെ ക്രോമിയത്തിലുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ കൂട്ടുകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ലിഗാൻഡ്, ടെട്രാ അമൈൻ. എടാ ഈ പേരിടുമ്പോ ഒരു പ്രശ്നം ശരിക്കുണ്ട്. നമ്മൾ ആൽഫബറ്റിക് ഓർഡറില. സാറിന്റെ പേര് അബ്ദുൽ ലത്തീഫ് എന്നാണ്. ഞാനാണ് എന്റെ സ്കൂളിലെ നമ്പർ 1 എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ്. ഞാൻ 1 മുതൽ എന്റെ M.Tech കഴിയുന്നവരെ എന്റെ ബി എഡിന്റെ സർട്ടിഫിക്കറ്റിലടക്കം ഞാൻ റോൾ നമ്പർ 1 ആണ്. കാരണം ഞാൻ അബ്ദുലാണ്, ABD ആണ്. അതുകൊണ്ട് എന്റെ പേര് ഇപ്പോഴും റോൾ നമ്പറിൽ 1 ആണ് വരാറ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പേരിടുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ റോൾ നമ്പർ വൈസ് ആണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. അതായത് ലിഗാൻഡിന്റെ പേര് ഒന്ന് അമൈനും എന്നിട്ര. H2O നമ്മൾ അറിയപ്പെടുന്ന അക്വ എന്ന, AQO അല്ലെ, അമൈൻ എക്വ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ തന്നെ നമുക്കറിയാം AM ആണോ AQ ആണോ ആദ്യം വരേണ്ടത്? AM ആണ് അല്ലെ. അതൊക്കെ നിങ്ങൾ റോൾ നമ്പർ സ്കൂളിലത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് നോർമൽ കേസിൽ എല്ലാ പ്രോബ്ലത്തിലും ഓർഡറിലാടൊക്കെ എടുക്കുന്നത്. ഞാൻ ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ലിസ്റ്റ് ചെയ്യാം, 10 ക്വസ്റ്റ്യൻ ഓർഡറിലാക്കി എടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തിരിക്കാൻ ചാൻസ് കുറവാണ്. അതിനോട് നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ ഞാനത് പറഞ്ഞു എന്നുള്ള അഡീഷണൽ ആയിട്ട്. അപ്പൊ അതങ്ങനെ നേരെ തന്നെയാണ് എക്സാമിന് ഇട്ട് തരാറ് പരമാവധി കേട്ടോ. അതുകൊണ്ട് വലിയ ടെൻഷൻ ആവണ്ട. ടെട്രാ അമൈൻ, അല്ലെങ്കിൽ അത് റിവേഴ്സിൽ എഴുതണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ടെട്രാ അമൈൻ. ഇനി ആ ക്രോമിയത്തിന് എത്ര കൂട്ടുകാരുണ്ട്? ആ H2O വാട്ടർ അല്ലേ, അതിന് അക്വ എന്നാ വിളിക്കുക. എത്ര അക്വ ഉണ്ട്? 2 അക്വ ഉണ്ട്. നമുക്ക് എന്ത് പറയടാ? ഡൈ അക്വ. എല്ലാരും എഴുതി, എല്ലാരും ഒരുമിച്ച് എഴുതി. ടെട്രാ അമൈൻ എഴുതിയടാ, ഡൈ അക്വ എഴുതി. പിന്നെ ആരാണ് ഉള്ളത്? നമ്മളെ സെൻട്രൽ മെറ്റൽ ആറ്റം ആടാ. എന്താടാ? ക്രോമിയം. എല്ലാരും എഴുതടാ, ക്രോമിയം. അതിനുശേഷം ക്രോമിയത്തിന്റെ അവിടെ ഞാനൊരു ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ എഴുതേണ്ട ഒരാളുണ്ട്, ഒരു നമ്പർ ഉണ്ട്. ദാറ്റ് ഈസ് കോർഡിനേഷൻ നമ്പർ. അത് വിട്. ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ പുറത്ത് എനിക്ക് ആരുണ്ടടാ? Cl3 ഉണ്ട്. അതിനെ ഞാൻ ക്ലോറൈഡ് എന്നാണ് വിളിക്കുക. ക്ലോറൈഡ് എന്താണ് വിളിക്കുക? Cl ആണ്, ക്ലോറിൻ അല്ലെ. Cl നിങ്ങൾക്കറിയാം. ക്ലോറൈഡ്, സിംപ്ലി ക്ലോറൈഡ് എന്ന് എഴുതിയാൽ മതി. ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബ്രാക്കറ്റിൽ ഒരാളെ എഴുതാൻ മറന്നിട്ടുണ്ട് അല്ലെ. ഒരു നമ്പറും കൂടെ ഇതിൽ കണ്ടുപിടിച്ചാൽ ഫിനിഷ്ഡ് ആയി. സോ മാത്സ് ആണ്. ഇനി മാത്സ് എന്ന് പറയുന്നത് ടെൻഷൻ അടിക്കണ്ട. സാറ് മാത്സിന്റെ ഒരു പുലിയാടാ, നിങ്ങൾ പേടിക്കണ്ട. മനസ്സിലല്ലേ? ഓക്കെ, നോക്കാം നമുക്ക്. ഇനി എങ്ങനെയാണ് ഈ സെൻട്രൽ ആറ്റത്തിന്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നോക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്കറിയാം NH3 0 ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഏതൊക്കെ? NH3, H2O, CN, EN എന്ന് പറഞ്ഞ എല്ലാരും ഒന്ന് പറഞ്ഞേ. NH3, H2O, CN, EN ഇവരൊക്കെ 0 ആണ്. പഠിച്ചങ്ങോട്ട് വെച്ചോ, പിന്നെ ടെൻഷനേ വേണ്ട. ഒന്ന് പറഞ്ഞേ. NH3, H2O, CN, EN ഇവരുടെ ഒക്കെ മണ്ടമ്മൽ എപ്പോഴും എന്തായിരിക്കോടാ? 0 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തോടാ? അവിടെ 0 ഇട്ടു. ഓക്കെ, ഇനി എനിക്ക് CRന്റെ ഓക്സിഡേഷൻ നമ്പർ ആണല്ലോ കിട്ടേണ്ടത്. അറിയാത്തൊരു സാധനത്തിനെ മാത്സിൽ വിളിക്കുന്നത് എന്താ മക്കളെ? X എന്നാണ്. ഞാൻ X എന്ന് വിളിച്ചു. അപ്പൊ നിങ്ങൾ നോക്കട്ടാ, ഞാൻ അറിയാത്ത സാധനത്തിന് ആ കളർ തന്നെ കൊടുക്കും അല്ലെ. ആ സ്റ്റാൻഡേർഡ് X എന്ന് കൊടുത്തു. എനിക്ക് CRന് എപ്പോഴും സെൻട്രൽ മെറ്റലായിരുന്നു കണ്ടുപിടിക്കണ്ടേ കേട്ടോ. X 0 എടാ Clന്റെ ഒക്കെ പഠിക്കണം. ഇത് ബേസ് ആണ് അല്ലെ. OH മൈനസ്, Cl മൈനസ്, ഇതൊക്കെ നിങ്ങളെ തലച്ചോറിലില്ലേ മക്കളെ? Cl മൈനസ് ദാറ്റ് ഈസ് മൈനസ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ മാത്സിന്റെ റൂള് മൈനസ് എന്ന് പറയുമ്പോൾ ആരും ഇല്ലാന്നല്ല, ഇവിടെ ഒന്നുണ്ട്. ദാറ്റ് ഈസ് -1. അപ്പൊ Cl എത്ര ഉണ്ട്? 3 ഉണ്ട്. Cl എന്ന് പറയുന്ന വ്യക്തി എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? -3 എന്നല്ലേ. -1 3 ആളുകൾ. 3 × -1 ദാറ്റ് ഈസ് -1. ഒരാളുടെ ചാർജ് -1 ആണെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ -3. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മേലെ -3 ഇട്ടിട്ടുള്ളത്. ഇനി ശ്രദ്ധിച്ചോടാ, ഇനി മാത്സിന്റെ കളിയാടാ. ശ്രദ്ധിച്ചോ, വലിയ ടഫുള്ള മാത്സ് പോലെ മക്കളെ. എടാ ഇത് ഓർഡറിൽ കൂട്ടാം. ഏത്? X പ്ലസ് മണ്ടമ്മലുള്ളത് NH3യുടെ 0 പ്ലസ് H2O മണ്ടമുള്ളത് 0 പ്ലസ് Cl3യുടെ മണ്ടമുള്ളത് എത്രയാടാ? -3 ഈക്വൽ ടു എന്തായിരിക്കോടാ? ഈക്വൽ ടു 0. അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞതിൽ ന്യൂട്രൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ അത് എപ്പോഴും എന്തായിരിക്കോടാ? 0 ആയിരിക്കും. അത് എപ്പോഴും ഇതേ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ മാത്സ് പറഞ്ഞേ. 0 0 0 അല്ലെ പോയി. പ്ലസും മൈനസും കൂട്ടിയിടിച്ചാ പറയടാ? -3
അല്ലെ, ഈസ് ഈക്വൽ ടു 0. സാർ അഗൈൻ പ്ലസ് മൈനസ് ഒരുമിച്ച് കൂട്ടിടിച്ചാൽ -3 ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു -3 അപ്പുറത്തോട്ട് ചാടിച്ചാൽ എന്താടാ +3. എന്താടാ +3. അപ്പൊ ഷുവർ ആണ് ഈ എക്സിന്റെ വാല്യൂ സോറി CR-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താടാ +3 ആണ്. +3 ആണ്. അങ്ങനെയാണ് നമ്മൾ ആ നമ്പർ കണ്ടുപിടിക്കുന്നത്. ആ നമ്പറാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് തട്ടുന്നത്. ഞാൻ ഇവിടെ വേറെ കളറിൽ തന്നെ കൊടുക്കാം. ആ നമ്പറാണ് നമ്മൾ റോമൻ ലെറ്ററിൽ കൊടുക്കട്ടെ. സാധാ നമ്പറിൽ 3 കൊടുക്കരുത്. എന്റെ റൂളാണ്. റോമൻ ലെറ്ററിൽ എന്ത് ചെയ്യണം, അവിടെ 3 കൊടുക്കാം. ഇനി എക്സാമിൽ നിങ്ങൾക്ക് സപ്പോസ് ഇത് എഴുതിയത് സാറ് അറിയാണ്ട് ഞാൻ -2 എഴുതി, എന്റെ പൊന്ന് സാറേ, ഒരുപാട് എക്സാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കമന്റ്സ് പറയും. അപ്പൊ ചിലവർ വന്നിട്ട് പറയും, സാറേ ഞാൻ അറിയാണ്ട് +2 ഇട്ട് CR എന്റെ വാല്യൂ ഇവിടെ ഞാൻ കൊണ്ടുപോയി 2 ഇട്ടു സാറേ, ഞാൻ എന്റെ തെറ്റിപ്പോയ. ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. സാറ് പറഞ്ഞല്ലോ മാത്സ് പുലിയാണെന്നൊക്കെ പറയുന്നു സാർ അല്ലെ. പക്ഷെ എങ്ങനെയാണ് സപ്പോസ് അറിയാണ്ട് ഇവര് +2 വന്ന്, ഒന്ന് ശ്രദ്ധിച്ചോ, എക്സാം മുകളിൽ ശ്രദ്ധിച്ചോടാ. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പാക്ക് മൊത്തം ഇല്ലേ, ഈ പാക്കേജ് മൊത്തം സപ്പോസ് +2 ആണെന്നാണ് നിങ്ങൾ, ഈ 2 ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്, അതിന് ഈക്വലന്റ് ആവണം ഈ പുറത്തുള്ള കൗണ്ടർ ആവണം. ദാറ്റ് ഈസ് CL3. CL3യുടെ എത്രയാണ് -3 ആ. +2 -3 നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാ -1 ആ. ഉറപ്പാണ് നീ കണ്ടുപിടിച്ച ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ തെറ്റാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് വെരിഫൈ ചെയ്യണം. അപ്പൊ ഒന്നും കൂടെ റീചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും. മനസ്സിലായ? ഇവിടെ -3 ആണെങ്കിൽ ഇവിടെ +3 എന്ന് പെടക്കേണ്ട കാര്യമുള്ളൂ. നല്ല മൂളുണ്ടെങ്കിൽ ഇവിടെ -3 ആണോ, കണ്ണും പൂട്ടിയിട്ട് ഇവിടെ എന്തായിരിക്കും +3. കാരണം ഇത് ആഡ് ചെയ്യുമ്പോഴല്ലേ +3 -3 ആഡ് ചെയ്യുമ്പോഴല്ലേ 0. അപ്പോ ഈ എക്സാമിന് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്തടാ, ഇത് തെറ്റിക്കാൻ പാടില്ല. ഓക്കേടാ. സോ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം, സമയം വേസ്റ്റ് ആവണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താടാ, CO എന്ന് പറഞ്ഞാൽ എന്താടാ നമുക്ക് അറിയണം. CO എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് ആണ്. ബേസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. NH3 ഇതൊന്നും പ്രശ്നമല്ല. NH3 5 ടൈം SO4 4 ടൈംസ് എന്നല്ല കേട്ടോ, SO4Cl. എല്ലാവർക്കും ഒന്ന് പേര് കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാം ഇതിന്റെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് എന്താടാ, CO കൊബാൾട്ട് ആണ്. ഫസ്റ്റ് നിങ്ങൾ എന്താണ് എഴുതേണ്ടത്, ആരെയാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നിങ്ങളെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ, ദാറ്റ് ഈസ് ലിഗാൻഡുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആരൊക്കെടാ, എത്ര ലിഗാൻഡ് ഉണ്ടാ, പെന്റ. എല്ലാരും എഴുതിക്കോ, പെന്റ. NH3 നമ്മൾ എന്താ പറഞ്ഞത്, അമൈൻ. എല്ലാരും എഴുതിക്കോ. ഞാൻ എഴുതുന്ന കാത്തൊന്നും വേണ്ട. പെന്റ അമൈൻ. SO4 നമ്മൾ പഠിച്ചിട്ടുണ്ടാ. SO4 എന്താണ് നമ്മൾ പഠിച്ചേ, ഞാൻ ഇവിടെ കാണിക്കണം. SO4 നിങ്ങൾ നേരത്തെ ഞാൻ ഇവിടെ എഴുതുന്ന ആവശ്യമുള്ളത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നുണ്ട്. SO4 മണ്ടമിലുള്ള ചാർജ് അടക്കം പഠിക്കണം കേട്ടോ. 2- ആണ്. SO4 എന്താ പറയാ, പറ. സൾഫേറ്റോ. എന്താടാ, സൾഫേറ്റോ. എത്ര ഉണ്ട്, SO4 ഒന്നേ ഉള്ളൂ. SO4 എന്ന് പറഞ്ഞൊരു ടീമാ, ഒരാളുടെ പേരാ. അപ്പൊ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് മോണോ എന്നൊന്നും അവിടെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടാ. ജസ്റ്റ് SO4 ഒന്നായത് കൊണ്ട് നമ്മൾ എപ്പോഴും റിപ്രസെന്റ് ചെയ്യാറില്ല. അപ്പൊ സൾഫേറ്റോ എന്ന് മതി. സൾഫേറ്റോ. ഇപ്പൊ നമ്മൾ 2 ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാ നമ്മളെ തന്നെയാണ്. ഞാനാണ് ആറ്റം. ദാറ്റ് ഈസ് കൊബാൾട്ട് അല്ല. ഇനി ഞാൻ എന്റെ കൂട്ടുകാരൻ കഴിഞ്ഞാൽ ഞാൻ കൊബാൾട്ട് എത്രയാ, അതാണ് നമുക്ക് മാത്സ്. അത് അവിടെ എടുക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പുറത്തുള്ള കൗണ്ടറാണെന്ന് പറയും. പുറമക്കാരനെ എഞ്ഞു കൊടുത്താൽ മതി. നമ്മള് ആദ്യം നമ്മളെ കൂട്ടുകാരൻ, നമ്മളെ ചങ്കാരെ നമ്മളെ എഴുതി, പിന്നെ നമ്മള് ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ദാറ്റ് ഈസ് കൊബാൾട്ട്, ഞാനാണ് ആറ്റം. പിന്നെ നമ്മളെ പുറമേയുള്ള ആൾക്കാർ, കൗണ്ടറായെന്ന് പറയാൻ വന്ന ആൾക്കാരൊക്കെ നമുക്ക് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് CL ആണ് നമുക്ക് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. CL എന്ന് പറഞ്ഞാൽ എന്താടാ, ക്ലോറൈഡ്. എല്ലാവർക്കും അറിയാം, ഇവിടെ എഴുതാം ക്ലോറൈഡ്. പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ നമ്പർ സാറേ ഇമ്പോർട്ടൻറ്റ്. മാത്സ് ആടാ, മാത്സ് അല്ലെ. മാത്സ് നിങ്ങൾ പേടിക്കണ്ടടാ, സെറ്റ് ആക്കി തരാം. ഓക്കെ, ശ്രദ്ധിക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം NH3 വാല്യൂ എത്രയാ, എല്ലാവർക്കും അറിയാം 0. SO4 ഞാൻ ആദ്യമേ നിങ്ങളോട് പഠിച്ചു വെക്കാൻ പറഞ്ഞ SO4ന്റെ മണ്ടം എപ്പോഴും എന്തായിരിക്കും, -2 ആയിരിക്കും. CL എല്ലാവർക്കും അറിയാം, CL- അല്ലെ. CL- എല്ലാവർക്കും കാണാൻ പാടാം. -1 ഒരെണ്ണുള്ളത് കൊണ്ട് ഞാൻ -1 മൈനസ് ആണ്, ഒരെണ്ണുള്ളത് കൊണ്ട് -1. ഓക്കെ, മാത്സ് എടുക്കാട മക്കളെ. അറിയാത്തതിന് X ആടാ. X +0 +-2 ഒരാളും കൂടെ ഉണ്ടല്ലോ, -1 = 0. സിംപ്ലിഫൈ എങ്ങനെയാടാ, 0 പ്ലസും മൈനസും വന്നാൽ എന്താടാ, 0 -2 -2 അല്ലെ. സോ -2 പ്ലസും മൈനസും വന്നാൽ -1 = 0. X = -2 -1 എത്രയാടാ, -3 = 0. -3 അങ്ങോട്ട് പോയാൽ എന്താ, +3. സോ നമുക്ക് ഇവിടെ വരുന്ന ആൻസർ എത്രയാടാ, 3 ആണ് നമുക്ക് X ആയിട്ട് വരുന്നത്. ഞാൻ ഇവിടെ X നെ 3 ആക്കുന്നുണ്ട്. +3 ആണ് നമുക്ക് എന്ത് ചെയ്യടാ, X ആയിട്ട്
വരുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് മക്കളെ ഇതിന്റെ ആൻസർ വെരിഫൈ ചെയ്യുക? ഞാൻ പറഞ്ഞു ഈ ബോക്സ് മൊത്തത്തിൽ അല്ലെ, നമ്മൾ നേരത്തെ കേസ് വെരിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 0 ഇവിടെ 0 ഇരുന്നടാ, എന്നാൽ ഇവിടെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എക്സാമിന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാടാ. ശ്രദ്ധിച്ചോ, ഇത് +3 ആടാ, ഇത് -2 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്യും. +3 -2 എന്താടാ? നമുക്കറിയാം 1 ആണ്. സോ 1 ആണ്. അപ്പൊ മൊത്തത്തിൽ ഈ എൻറ്റിറ്റി മൊത്തത്തിൽ എന്താവൂടാ, ഈ ബോക്സ് മൊത്തത്തിൽ എന്താവൂടാ 1 ആവും. സോ 1ഉം +-1ഉം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താവൂടാ, അതായത് പുറത്തുള്ള ആ വെളിയിലുള്ള ആളും ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താവൂടാ 0 ആവണം. അപ്പൊ നമുക്കിത് വെരിഫൈ ചെയ്യാൻ പറ്റും ഞാൻ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യണടാ, കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യാൻ പാടില്ലടാ, തെറ്റിക്കാൻ പാടില്ലാതെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ആടാ. ക്വസ്റ്റ്യൻ നമ്പർ 3 മക്കളെ നോക്ക് മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 3 എടാ, നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതിന് ധൈര്യം ഉണ്ടായിക്കോട്ടെ. എടാ CO ധൈര്യമായിട്ട് 0 പഠിച്ചോളൂ മക്കളെ. CO കണ്ടാ 0 പഠിച്ചു വെക്ക്. CO. ഇനി നിക്കല് ഓട്ടോമാറ്റിക്കലി അപ്പൊ എന്താവും? നിക്കലിന്റെ അവസ്ഥ പറ മക്കളെ. നിക്കലിന്റെ നമ്പർ, നിക്കൽ ഓട്ടോമാറ്റിക്കലി എന്താവൂടാ 0. എങ്ങനെയാണ് സാർ ഇത് 0 ആവുന്നത്? നിങ്ങൾ നോക്കുക, രണ്ടും പാടെ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരണം? നമുക്ക് 0 വരണം അല്ലെ, ന്യൂട്രൽ ആവണം. അതിന് പുറത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉള്ളിലൊന്നുമില്ല. പക്ഷെ മൊത്തം കോമ്പൗണ്ട് ആഡ് ചെയ്തപ്പോൾ ന്യൂട്രൽ ആവണം. 0ന്റെ കൂടെ ഇനി എന്ത് ആഡ് ചെയ്താലാ മക്കളെ 0 കിട്ടുക? നിങ്ങൾ പറ മക്കളെ അല്ലെ. ഇനി അറിയാത്ത ആളെ ഞാൻ X എടുത്തെന്ന് കൂട്ടാം. ഇനിയിപ്പോ ഇതൊന്നും അല്ല, X എടുത്തു. സോ X എടുത്തോ, X + 0 = 0. സോ X = again എന്ത് കിട്ടോടാ 0. അപ്പൊ മാത്തമാറ്റിക്കലി നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം, കോമൺ സെൻസ് വെച്ചിട്ടും പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സോ ഇതിന് ആൻസർ പറയാം. ഫസ്റ്റ് നമ്മൾ എന്താ ആരെ പറയാ? പറ മക്കളെ. നമ്മളെ കൂട്ടുകാരൻ ആദ്യം പറയണ്ടേ. എത്ര കൂട്ടുകാരുണ്ടാ? 4 ടെട്രാ അല്ലെ, 4 കൂട്ടുകാരുണ്ട് നമുക്ക്. ടെട്രാ. സിഒക്ക് നമുക്കൊരു പേരറിയാം, കാർബോണൈൽ അല്ല. കൂട്ടുകാരന്റെ പേരെന്താ? കാർബോണൈൽ. എത്ര ഉണ്ട് നമ്മളെ കാർബോണൈൽ? അത് കഴിഞ്ഞാൽ നമ്മൾ ആരെ? നിക്കല് അല്ലെ. കാർബോണൈൽ, നിക്കൽ. എടാ സ്പേസ് വിടരുത്, അവിടെ സ്പേസ് വിടരുത്, കണക്ട് ചെയ്തതാണ്. നിക്കൽ. ഇനി നിക്കൽ എത്ര ഉണ്ട് മക്കളെ? നിക്കൽ ഒരാളുള്ളൂടാ. ഇനി ആരാടാ? പുറത്തുള്ള ആരെങ്കിലും ഉണ്ടാ? ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടാ? കൗണ്ടർ അടിക്കാൻ ആരെങ്കിലും ഉണ്ടാ? ആരുമില്ല. അപ്പൊ കൗണ്ടറിനെ പറ്റിയിട്ടൊന്നും പറയണ്ടാ. ഒക്കെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി സ്പീഡായി, ഇനി നിങ്ങൾ ട്രാക്കായി, ഇനി സ്പീഡായി. സോ നെക്സ്റ്റ് K2NiCN4. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുന്ന് നിങ്ങൾക്ക് പണി കിട്ടുന്നത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതുവരെ നമ്മൾ റൈറ്റ് സൈഡിലാണ് നമ്മളെ പുറത്തുള്ള വെളിയിലുള്ള ആൾ കണ്ടിരുന്നത്. അയാൾ ഇതടാ ഉമ്മർത്ത് കൂടെ കയറി വന്നിരിക്കുന്നത്. ഇതുവരെ പുറത്തായിരുന്നു മനുഷ്യൻ. പുറത്തായ മനുഷ്യൻ ഇപ്പൊ എന്തായി? നേരെ അകത്ത് വന്നു. ആദ്യം വന്നു കല്യാണത്തിന് വിളിച്ചാന്ന് വിചാരിച്ചോ, ഫുഡ് കഴിക്കാൻ വിളിച്ചാന്ന് വിചാരിച്ചോ? നമ്മൾ ആദ്യം കൂട്ടുകാരന് വിളമ്പി കൊടുത്ത ഫുഡ്, അതിനുശേഷം നമ്മൾ കഴിച്ചു, പിന്നെയാണ് നമ്മൾ പുറത്തുള്ളവനക്ക് ഫുഡ് കൊടുത്തത്. പക്ഷെ പുറത്തുള്ളവന് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാ? ആദ്യം കയറി നിൽക്കുന്നുണ്ട് K2 എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത്. K എന്ന് പറഞ്ഞ പൊട്ടാസ്യം അല്ലെ, K എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ K2 വന്ന് നിൽക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? കളി മാറും. ഇപ്പൊ നമ്മള് പുറത്തുള്ള കൗണ്ടർ അവിടെ വന്നു, മുന്നിൽ വന്നു. അപ്പൊ നമുക്ക് അവൻ എന്ത് ചെയ്യണം? പ്രയോറിറ്റി കൊടുക്കണ്ടേ? അവന് ചിലപ്പോൾ വിശന്ന് വന്നതായിരിക്കും, അവന് നമുക്ക് എന്ത് ചെയ്യണം? പ്രയോറിറ്റി കൊടുക്കണം. സോ ഇമ്പോർട്ടന്റ് ആണ്. ആ വന്ന ആൾ ആരാടാ? ആരുമല്ല. ആരാണ്? പേര് പറ മക്കളെ. പൊട്ടാസ്യം. പാവല്ലടാ. പൊട്ടാസ്യത്തിന് നമുക്ക് എന്ത് ചെയ്യടാ? ആദ്യം കൊടുക്കാം. പിന്നെ നമുക്ക് ആരെ കൊടുക്കാം? പിന്നെ നമ്മളെ കൂട്ടുകാരനെ വിളിക്കാം. നമ്മളെ കൂട്ടുകാരൻ ആരാ? CN ഒരു പേരുണ്ടാ? എന്താടാ? സയനോയാണ്. എല്ലാവർക്കും അറിയില്ലേ CNന്റെ പേരെന്താടാ? സയനോ. ഞാൻ നിങ്ങളോട് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പൊട്ടാസ്യം എന്താടാ? സയനോ. പൊട്ടാസ്യം സയനോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞുള്ള ആര്? നിക്കൽ ചേട്ടൻ വരും. നിക്കലേറ്റ് അല്ലെ, നിക്കൽ. സാധാരണ നമ്മൾ നിക്കൽ ഇങ്ങനെയാണ് എഴുതാൻ എല്ലാവരും ചിന്തിക്കുക അല്ലെ. നിക്കൽ എത്രയാണ്? നിക്കലിന്റെ നമ്പർ കണ്ടുപിടിക്കണം. നിക്കലിന്റെ നമ്പർ കണ്ടുപിടിച്ച് എഴുതാം. പിന്നെ കൗണ്ടർ എഴുതാനില്ല, കാരണം കൗണ്ടർ എന്ന് പറഞ്ഞ ആൾ ആദ്യം നമ്മൾ എഴുതിക്കുന്നത്. പക്ഷേ നിക്കലല്ല, നിക്കലേറ്റാ. സാറേ എന്താണ് ഇയാൾ പറയുന്നത്? നിക്കല് മാറി നിക്കലേറ്റാവും. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം മക്കളെ. ATന്ന് എഴുതണടാ. ഇത് ഓർക്കണം. ഇത് പേപ്പറിൽ ആ ടീച്ചർ ചെക്ക് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, അതിനൊരു കാരണമുണ്ട്. നിക്കലിന് പകരം നിക്കലേറ്റ് എന്ന് എഴുതാൻ ഒരു കാരണമുണ്ടടാ. നമ്മൾ അത് എങ്ങനെയാണെന്ന് ഞാനിത് പറഞ്ഞുതരാം. ആദ്യം CNന്റെ വാല്യൂ എത്രയാടാ? നമുക്കറിയാം CNന്റെ നമുക്ക് വാല്യൂ എത്രയാടാ? പറയടാ. CN 0 ആണോ? ഐ ആം സോറി, CN മൈനസ് ആണ് അല്ലെ. ഞാൻ എഴുതുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് CN 0 കേട്ടോ. നമ്മുടെ എഴുതാന്നിട്ടില്ലടാ. CN ഇതാ സയനോ. മണ്ടമ ചാർജ് എത്രടാ? മൈനസ് ആണ്. എടാ അത് മാറിപ്പോവല്ലേ? CN സയൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് വരും എത്രടാ?
അപ്പൊ ഒരു CN -1 അവിടെ എത്ര ഉണ്ട്? സോ 4 ഞാൻ -4 എഴുതിക്കോട്ടെ. ഞാൻ 4 -4 എഴുതിക്കോളൂ. ഒരെണ്ണം -1 ആണെങ്കിൽ 4 എത്രയാടാ? -4 ആണ്. പൊട്ടാസ്യം എല്ലാവർക്കും അറിയാം. പൊട്ടാസ്യം നമുക്കറിയാടാ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പറയടാ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം. കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാടാ, എല്ലാവർക്കും അറിയുന്നതാണ് KCl-ന്റെ കഥ. KCl-ന്റെ കഥ അറിയാം. KCl എന്താടാ? K പ്ലസ് Cl മൈനസ് ആടാ. K എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. സോ 2K എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാടാ? +2 എന്ന് എഴുതാം. നിക്കൽ അളിയനെ നമുക്ക് എന്തായിട്ട് വിളിക്കാടാ? X എന്ന് വിളിക്കാം. നിക്കൽ അളിയനെ നമുക്ക് എന്ത് ചെയ്ത് വിളിക്കാം? X എന്ന് വിളിക്കാം. സോ മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരൂടാ? 2 + x -4 = 0. നല്ല എളുപ്പത്തിൽ ഇങ്ങനെ എഴുതിയാൽ മതി. 2 + x, ഇവിടെ പ്ലസ് ഒന്നും ഇടാൻ പോണ്ട, -4 നേരെ എഴുതിക്കോ. അവിടെ എന്താ കാണാം? -4 = 0. ഈ 2 -4 പോയാൽ -2 ആണ്. +x = 4 ആടാ. -2 താങ്ങി അങ്ങോട്ട് കൊണ്ടാൽ എന്താടാ? x 2 ആണ്. അപ്പൊ നമുക്ക് നിക്കൽ അളിയന്റെ ചാർജ് കിട്ടിയ എത്രയാടാ? 2 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ 2 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. 2 എന്ന് കൊടുക്കാം. എടാ ഇനി ശ്രദ്ധിക്കേണ്ടത്, സാറേ ഒരു ATയുടെ കഥ പറഞ്ഞല്ലേ, ഇടത് ഭാഗത്ത് കൗണ്ടർ കയറി വന്നു. അങ്ങനെ കൗണ്ടർ കയറി വന്നത് കൊണ്ട് തന്നെ അവനെ നമുക്ക് AT എന്ന് പറയുന്ന ഓമന പേര് കൊടുക്കണടാ. നിക്കലൈറ്റ് എന്ന് പറയുന്ന ഓമന പേര് നമ്മൾ കൊടുക്കണം. കാരണം നിങ്ങൾ ഇവിടെ നോക്കിയേ 2 - 4 അതായത് നമ്മളെ എന്റിറ്റിന്റെ ഉള്ളിലെ മാക്സ് ചെയ്ത് നോക്കെ. 2 + -4 എത്രയാടാ? -2 ആണ്. അപ്പൊ എന്റിറ്റിയുടെ ചാർജ് മൊത്തത്തിൽ എന്താടാ? -2ഉം പുറത്തുള്ള കൗണ്ടറിന്റെ ചാർജും എന്താടാ? +2. അവരെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു 0 ആയിരിക്കുന്നില്ല. അപ്പൊ ആ എന്റിറ്റിയുടെ മൊത്തം നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വന്നാൽ കൊമ്പ് ആനയുടെ കൊമ്പ് എന്ന് പഠിച്ചോ? ആനയോൺ അല്ല, ഒരു വെള്ള കളർ കൊമ്പ് പോലല്ലടാ. ദാറ്റ് ഈസ് ആനയോൺ. അതായത് ആ എന്റിറ്റി ഒരു ആനയോൺ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു? ATE എഴുതിയത്. ATE സാറേ എക്സാമിന് കൊടുക്കും. എടാ 2 കേസേ ഉള്ളൂ. ആനയോൺ ആണെങ്കിൽ ATE എഴുതുക, അല്ലെങ്കിൽ നോർമൽ നിക്കൽ എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ സാർ ഇതിന്റെ മുന്നൊക്കെ എഴുതിയത് സാറേ ഒക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒക്കെ എനിക്ക് ഡൗട്ടായി അല്ലെ. നോക്കൂ മക്കളെ, എന്റിറ്റി എന്താടാ? പോസിറ്റീവാ അല്ലെ. പുറത്തുള്ള നെഗറ്റീവ് അത് കാറ്റയോൺ ആയതുകൊണ്ടാണ്. എന്റിറ്റി കാറ്റയോൺ ആയതുകൊണ്ടാണ് സിംപ്ലി നമ്മൾ എന്ത് ചെയ്യാ? ക്രോമിയം എന്ന് മാത്രം എഴുതിയേ. നോക്കേ, +3 - 2 1 അതുകൊണ്ട് കൊബാൾട്ട് എന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, നിക്കലടിയം ഇവിടെ 0 ആയി പോയി അല്ലേ. അപ്പൊ നോക്കാം, ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നേ. ഐഡിയ കിട്ടിയേ പറ്റൂ. അടുത്തത് മക്കളെ K2 PdCl4 പലേഡിയം K2 അല്ലേ. പറ മക്കളെ, ആദ്യം നമ്മളെ കൗണ്ടർ പുറത്തുള്ള വിരുന്നുകാരൻ ആദ്യം കയറി വന്നു. K2 ശ്രദ്ധിക്കണം, അവന് ആദ്യം ഊണ് കൊടുത്തേക്ക് അവന് K2 അല്ലെ. അപ്പൊ നമുക്ക് ആരാണ്? പൊട്ടാസ്യം അല്ലെ. പേരെല്ലാരും എഴുതിക്കോ. പൊട്ടാസ്യം. നമുക്ക് ആദ്യം അവനെ കോണ്ടാക്ട് ചെയ്യാം. പൊട്ടാസ്യം. പിന്നെ നമ്മളെ കൂട്ടുകാരൻ ആരാടാ? ടെട്രാ. 4 എന്നുള്ളതിന്റെ ടെട്രാ. Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം? ക്ലോറിൻ ഒന്നും എഴുതി വെക്കരുത്. അപ്പ അത് ആദ്യമേ പറയാം. ക്ലോറിൻ ഇതിനാണ്, ഇത് ചുമ്മാ കാണാൻ ഭംഗിക്ക് എഴുതിയതല്ല ഞാന്. ക്ലോറിൻ Cl വന്നാൽ ക്ലോറിഡോ, നമ്മൾ ക്ലോറിഡോയിലോട്ട് പോകും അല്ലെ. ഓക്കെ, ക്ലോറിഡോ നല്ല വൃത്തിയിൽ എഴുതിക്കോട്ടോ. ക്ലോറിഡോ. ഇനി ഈ ക്ലോറിഡോ കാണിക്കുമ്പോൾ ഞാൻ ഇതിന്റെ അടുത്തൊരു ചാർജ് ഓർത്തിരുന്നു അല്ലെ. -1 ആയിരുന്നു അല്ലെ. അപ്പൊ അത് -4 ആവും. അതൊക്കെ എടുക്കട്ടെ. -4 ഒരെണ്ണം -1 ആടെ 4 -4 ക്ലോറിഡോ. ഇനി നമ്മള് PD എന്ന് പറഞ്ഞാൽ എന്താടാ? മക്കളെ? PD പലേഡിയം അല്ലെ. പലേഡിയം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ K2 ആദ്യം വന്നത് കൊണ്ട് തന്നെ ഇവിടെ ആര് വരും? AT വരും. കാരണം എന്റിറ്റിയുടെ ചാർജ് നമുക്ക് നോക്കാം. എന്റിറ്റിയുടെ ചാർജ് മൊത്തം നമുക്ക് PD കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ. ഇപ്പൊ തന്നെ കാണാം. ആദ്യം കണ്ടോ? K2 എന്ന് പറഞ്ഞാൽ +2 ആണ്, എല്ലാവർക്കും അറിയാം. PD നമുക്ക് അറിയില്ല. എക്സാം സങ്കല്പിച്ചോ. ഇപ്പൊ 2 + x -4 = 0. അപ്പൊ 2 - 4 എന്താടാ? -2 + x = 0. x ഇവിടെ നിർത്തിയ -2 അപ്പുറത്തേക്ക് ചാടിയ +2. അപ്പൊ നമുക്ക് മനസ്സിലായി PDയുടെ അല്ലെങ്കിൽ പലേഡിയത്തിന്റെ 2 ആണെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 - 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -2 ആണ്. എന്റിറ്റി മൊത്തത്തിൽ -2. ദാറ്റ് ഈസ് ആനയോൺ. അതുകൊണ്ട് ആരെ ചേർക്കണം? ATനെ ചേർക്കണം, മറന്നു പോകരുത്. അപ്പൊ നമുക്ക് പലേറ്റ എന്താ പറയാ? പലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖല്ലപ്പ. പല്ലഡേറ്റ്. പേരെന്താടാ? കല്ലട എന്നൊക്കെ പറയുന്ന പോലെ പല്ലഡേറ്റ്.
AT പല്ലടേറ്റ്. സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട. പല്ലടേറ്റ്. എന്താടാ പേര്? പല്ലടേറ്റ്. അതിനുശേഷം ബ്രാക്കറ്റ്, നമ്മൾ പഴയ സാധനം ബ്രാക്കറ്റ് ഇടുക. എത്ര ഉണ്ട് പല്ലടേറ്റ്? 2 പല്ലടേറ്റ്. ഇനി കൗണ്ടർ അയോൺ എഴുതേണ്ട ആവശ്യമില്ല, കാരണം കൗണ്ടർ അയോൺ നമ്മൾ ആദ്യമേ എഴുതിയിരിക്കണം. നമ്മൾ ഇനി കുറെ പേര് കൗണ്ടർ അയോൺ എഴുതാൻ ഒരു ടെൻഡൻസി വരും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കൗണ്ടർ അയോൺ നമുക്ക് ആദ്യം വന്ന കാരണം ആദ്യം നമുക്ക് കൗണ്ടർ അയോൺ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഫുഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 എടാ. 6 പോവാ മക്കളെ. പോട്ടെ. ഇനിയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഉഷാറായിട്ടും കാണണം. സോ K3 എത്രടാ? പൊട്ടാസ്യം. കുറെ പേര് ചിന്തിക്കും, സാറേ K3 ഇല്ലേ? അത് ഞാൻ പറയാൻ മറന്നു. K2 അല്ലേ? അല്ലെ ഡൈ പൊട്ടാസ്യം, ട്രൈ പൊട്ടാസ്യം എന്നൊക്കെ ഒരു കാരണവശാലും എഴുതരുത്. കൗണ്ടർ അയണുകളുടെ എണ്ണം എഴുതാൻ പാടില്ല കേട്ടോ, മറന്നുപോലെ. പൊട്ടാസ്യം വന്നു, കാരണം ഇത് ആനയോൺ ആണ്, അതുകൊണ്ടാണ് പൊട്ടാസ്യം. ഓക്കേടാ, എഴുതു മക്കളെ. പൊട്ടാസ്യം. ഇനി കൂട്ടുകാര് ഏതൊക്കെടാ? C2O4 നമ്മൾ എവിടോ കണ്ടിട്ടുണ്ടല്ലോ. സോറി, നമ്മൾ C2O4 അല്ലെ. C2O4 അല്ലെ, പേര് വെറൈറ്റി പേരാണല്ലോ. അപ്പൊ ഓക്സലേറ്റോ. C2O4 കണ്ടാൽ ഓക്സലേറ്റോ. മണ്ടമുള്ള ചാർജ് എന്താണ്? 2-. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോ എഴുതു മക്കളെ. പൊട്ടാസ്യം എത്രണ്ണം? ട്രൈ ആണോ? എത്രണ്ണാണ്? C2O4 അല്ലെ. ഇത് എക്സാമിന് വന്നത് 3 എക്സാമിന് വന്നിട്ടുള്ളത്. ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ടെട്രാന്ന് എഴുതണ്ട, പകരം 4 വന്നാൽ ടെട്ര, അത്രേ ഉള്ളൂ. 3 വന്നത് ട്രൈ. ഇപ്പൊ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ എഴുതുന്നത് ട്രൈ ഓക്സലേറ്റോ. എല്ലാരും എഴുതൂലേ? ട്രൈ ഓക്സലേറ്റോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് Fe അയൺ ഒന്നും എഴുതി വെക്കരുത്, കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് Fe വന്ന ഫെറൈറ്റ് എന്ന് എഴുതണം കേട്ടോ. ഫെറൈറ്റ് നമ്മൾ AT എഴുതാൻ കാരണം നിങ്ങൾക്ക് അറിയാം ആനയോൺ ആയതുകൊണ്ടാ. ഫെറൈറ്റ്. സാറേ എന്തൊക്കെയാണ് പറയുന്നത്? Fe ഫെറൈറ്റ് ആയല്ലോ, അയണൈറ്റ് എന്നൊക്കെ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. Fe വരുമ്പോ പഠിക്കും മക്കളെ, ഫെറൈറ്റ് ആടാ, ഫെറൈറ്റ്. ഓക്കെ, ഇനി ഓക്സിഡേഷൻ നമ്പർ എടാ. C2O4 -2 ആണെങ്കിൽ 3 × -2 എന്ന് പറഞ്ഞാൽ -6 അല്ലേടാ. അപ്പൊ -6 ആണ് ഇവിടെ വരാം. ഇത് നമുക്ക് X ആണ്, അറിയില്ല. അപ്പൊ ഇത് 3 ഉള്ളത് കൊണ്ട് നമുക്ക് +3 എന്ന് പറയാം അല്ലെ. 1 ആണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ പറയടാ. 3 + x - 6 = 0. 3 -3 പോയാൽ -3 + x = 6. x ഇവിടെ നിർത്തിയാൽ 3 ആടാ. അപ്പൊ നമുക്ക് ഷുവർ ആണ് നമുക്ക് എന്താണ്? ഇത് 3 ആണ് അല്ലെ. നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 - 6 എന്ന് പറഞ്ഞാൽ -3 ആടാ. -3 + 3 പറഞ്ഞാൽ 0, ന്യൂട്രൽ ആണ്. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും ആൻസർ തെറ്റാണോ ശരിയാണോന്നൊക്കെ. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? +3 കൊടുക്കാം. ഫെറൈറ്റ് AT എന്ന് എഴുതാൻ കാരണം എന്താ? എൻഡിറ്റി ഓട്ടോമാറ്റിക് നെഗറ്റീവ് ആണ്, ആനയോണാണ്, അതുകൊണ്ടാണ് AT എന്ന് എഴുതാതെ. മറന്നു പോകരുത് കേട്ടാ, മറന്നു പോയ അടിയാണ് അടി. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ. PTNH3 2 times Cl2. CONH3 2 times Cl2. ഒരു Cl3 കൂടെ ഉണ്ടാ, ഒരു കൗണ്ടർ ആയതും കൂടെ പഠിച്ചോ. Cl3 കേട്ടാ, ക്വസ്റ്റ്യനിൽ Cl3 കൂടെ ഉണ്ടാ. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആടാ. ഓക്കെ, സമാധാനം. വലത് ഭാഗത്താണ് നമ്മളെ കൗണ്ടർ അയൺ എടുക്കുന്നത്. കൊണ്ട് ചോറ് ആദ്യം മൂപ്പർക്ക് കൊടുക്കണ്ട, ആദ്യം നമ്മളെ കൂട്ടുകാരനെ പടക്കാം അല്ലെ. കൂട്ടുകാരന് നമുക്ക് ഫുഡ് കൊടുക്കാം. പറ മക്കളെ, കൂട്ടുകാരന് ഫുഡ് കൊടുത്ത് പറ മക്കളെ. ആദ്യം ലിഗാൻഡിന് കൊടുക്കും മക്കളെ. NH3 എത്ര ഉണ്ടാ? ട്രൈ. എഴുതിക്കൊടുറാ, ട്രൈ. എഴുത്. ട്രൈ ആണാ? സോറി, ഡൈ. സാറ് മണ്ടനാണോ? അങ്ങനെ പറയരുത്. ഡൈ മക്കളെ, പെട്ടെന്ന് മാറിപ്പോടാ. ഡൈ എന്തൊക്കെ എഴുതിക്കൊന്ന്. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഞാൻ സമയം തരാം, നിങ്ങൾ ജസ്റ്റ് എഴുതിക്കൊന്നു. സാർ എഴുതണം. ഡൈ ആദ്യം ആരാടാ? അമൈൻ. ഡൈ അമൈൻ. പിന്നെ Cl2 അല്ലെ. എത്രടാ ക്ലോറിൻ ഉള്ളത്? ഡൈ അമൈൻ. എത്രനാടാ ഉള്ളത്? എഴുതടാ. ഡൈക്ലോറോ. നിങ്ങളെ വൃത്തിയിൽ എഴുതിക്കോട്ടെ, സാർ കൂട്ടക്ഷരം പോലെ കിടക്കുന്നത്. ഡൈക്ലോറോ. പിന്നെ നമുക്ക് ആരെ കൊടുക്കാടാ? നമ്മൾക്ക് ഫുഡ് കൊടുക്കാം. പ്ലാറ്റിനം. പ്ലാറ്റിനേറ്റ് എന്നൊന്നും എഴുതണ്ട, കാരണം പ്ലാറ്റിനം ഇവിടെ എൻഡിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്, കാറ്റയോൺ ആണ്. ദാറ്റ് ഈസ് പ്ലാറ്റിനം. പ്ലാറ്റിനം കഴിഞ്ഞ പ്ലാറ്റിനത്തിന്റെ നമ്പർ സാറേ, നമ്പർ പറയണല്ലോ. ഇതാണല്ലോ. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാ. 0. Cl ക്ലോറിൻ -1 ആ. Cl2 എന്ന് പറഞ്ഞാൽ -2. PT നമുക്കറിയില്ല, X ആണ്. Cl3 എന്ന് പറഞ്ഞാൽ -3 ആണ് അല്ലെ. Cl -1 ആണെങ്കിൽ Cl3 -1 ആണ്. സോ X + 0 + -2 പ്ലസ് ഒന്നും വേണ്ട, -2 എന്താടാ? -3 = 0. സോ X = -2 എത്രടാ? -5 = 0. സോ X = എത്രടാ? 5. X = 5 ആണ്. ഞാൻ എഴുതിയ തെറ്റിയാ? ഇവിടെ തെറ്റിയല്ല.
ഞാൻ പറഞ്ഞ Cl2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? യെസ്. എടാ ഇതിന്റെ ഉള്ളിൽ Cl3 ഇല്ല, ഞാനത് എഴുതിയില്ലേ. എടാ അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ Cl3 ഇടാ. സാറ് ഒരു മിസ്റ്റേക്ക് ഒക്കെ എഴുതിയിട്ട് സാറ് നിങ്ങളെ പ്രാന്താക്കുന്നുണ്ടാ? ഓക്കെ സാർ, അവിടെ Cl3 ഇല്ലടാ. സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻ കറക്റ്റ് Cl3 ഇല്ലടാ. അതായത് നമുക്ക് കൗണ്ടർ അയൺ ഇല്ല, അങ്ങനെ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ നോട്ട് ചെയ്യും. ഇവിടെ Cl3 ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് അവിടെ എഴുതുന്നില്ല. ഓക്കെ, കൗണ്ടർ അയൺ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ കൗണ്ടർ അയൺ ഇല്ല. സാറ് നോട്ടിൽ നോക്കുന്നുണ്ട്, പക്ഷേ കൗണ്ടർ അയൺ ഇല്ല. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? എക്സ് പ്ലസ് 0 മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് ഈക്വൽ നമുക്ക് എത്ര കിട്ടൂടാ? 2. എവിടെ ഈ x2 ആടാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യടാ? 2 കൊടുക്കാം. എന്താടാ പേര്? ഡൈഅമൈൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2. ദാറ്റ്സ് ഓൾ. പ്ലാറ്റിനം 2. ദാറ്റ്സ് ഓൾ. കാരണം നമുക്ക് കൗണ്ടർ അയൺ ഇല്ല എഴുതാൻ. അവിടെ ഇല്ല കൗണ്ടർ അയൺ, ഇവിടെ ഇല്ല. ആദ്യം കയറി വന്നിട്ടില്ല, അവസാനം കയറി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം എഴുതുന്നില്ല, അവസാനം എഴുതുന്നില്ല, അവസാനിപ്പിച്ച് വരും. ഓക്കെ ശരി, അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ CONH32 H2O4 Cl3 ആ വരും നമ്മൾ അടുത്ത ആള് അല്ലെ? എഴുതിക്കൂടെ മക്കളെ? NH3 എന്ത് രസം 0, H2O എന്ത് രസം 0, Cl3 എന്ത് രസം -3. ഓക്കെ, കൊബാൾട്ട് അറിയില്ല, നമ്മൾ X, ദാറ്റ് ഈസ് സെൻട്രൽ മെറ്റൽ ആറ്റം. സോ X പ്ലസ് 0 ഒന്നും ആഡ് ചെയ്യണ്ട. എന്താണ്? -3 ആഡ് ചെയ്താൽ മതി, ഈക്വൽ ടു 0. വെറുതെ ചുമ്മാ 0 കുറെ ആഡ് ചെയ്തിട്ട് എന്താ കാര്യം? സോ X - 3 ഈക്വൽ ടു 0. X ഈക്വൽ എത്രയാടാ? X ഈക്വൽ എത്ര മക്കളെ? 3 ആടാ. കൊടുക്ക് മക്കളെ 3. X നമുക്ക് എത്ര? 3. പേരായി. എല്ലാരും എഴുതിക്കോ, എല്ലാരും പേര് എഴുതിക്കോ. ഇപ്പൊ ഞാൻ എഴുതണമെന്നില്ല, നിങ്ങൾ തന്നെ എഴുതിക്കൂടെ? നിങ്ങളാണ് പുലി, നിങ്ങളാണ് എഴുതുന്നത്, നിങ്ങളാണ് എക്സാം നാളെ എഴുതുന്നത് അല്ലെ? അടുത്ത എക്സാം നിങ്ങളാണ്. സോ ആദ്യം നമ്മൾ കൂട്ടുകാരൻ അല്ലെ? കൂട്ടുകാരെ നമ്മൾ ഓർമ്മിക്കാൻ ഇത് 3 ആണ്, കാറ്റയോൺ ആണ്, മറ്റേ നെഗറ്റീവ്. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി. റൈറ്റ് സൈഡിൽ വരുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുള്ളൂ. റൈറ്റ് സൈഡിൽ എന്താ പറയാ, കൗണ്ടർ അയൺ വരുമ്പോഴാണ് എപ്പോഴും കാറ്റയോൺ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും കേട്ടാ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇയാളില്ലാന്നെങ്കിൽ അവനെ അവസാനം എഴുതിയാൽ മതി. അപ്പൊ അത് എഴുതിക്കോട്. ഓക്കെ, കൂട്ടുകാരെ എഴുതിക്കോട്. ഡൈഅമൈൻ പടച്ചൂറ ഡൈഅമൈൻ. പിന്നെ H2O 4 എന്തൊക്കെയാണ്? 4 അല്ലെ? ടെട്രാ എഴുതിക്കൂട്. ടെട്രാ അക്വ എഴുതിക്കൂട്. പിന്നെ ആര് വന്നു? നമ്മളെ CO വന്നു, കൊബാൾട്ട് അല്ലെ? കൊബാൾട്ട് എത്ര എണ്ണം? കൊബാൾട്ട് 3 എണ്ണം. പിന്നെ ആര് നമ്മളെ വന്നു? Cl വന്നു. സിംപ്ലി ക്ലോറൈഡ് എന്ന് എഴുതിയാൽ മതി. കേട്ടാ. ഓക്കെ മക്കളെ, എല്ലാരും എഴുതി. വെരി ഗുഡ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. CONH3 5 times COCO4. ഓക്കെ, ഫസ്റ്റ് NH3 മണ്ടമ്മ 0 അല്ലെ? നമുക്ക് അറിയുന്നതിനൊക്കെ മണ്ടമ്മ 0 ഇട്ട് കൊടുക്കാം. Br എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ Br -1 ബ്രോമിഡോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. മൈനസ് ആണ് ബ്രോമിഡോ എല്ലാവരും ഓർക്കാം. SO4ന്റെ കേസ് എല്ലാവർക്കും അറിയാം. ഒരെണ്ണ SO4 ദാറ്റ് ഈസ് -2 ആണ്. സോ ഇത് X ആണെങ്കിൽ നോക്കിയാൽ തന്നെ അറിയാം. X ഞാൻ 0 ആഡ് ചെയ്യുന്നില്ല കേട്ടോ. X -1 പിന്നെ -2 ഈക്വൽ ടു 0. സോ X -3 ഈക്വൽ ടു 0. X ഈക്വൽ ടു എത്രയാടാ? 3 ആണ്. സിംപ്ലി കൊബാൾട്ട് എത്രയാടാ? 3 ആണ്. എല്ലാരും പേരെഴുത്. 9ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാരും എഴുതടാ. ഫസ്റ്റ് പെന്റാ അമൈൻ 5 എണ്ണാണ് അമൈൻ ഉള്ളത് അല്ലെ? പെന്റാ അമൈൻ എല്ലാരും എഴുതിക്കോ. പെന്റാ അമൈൻ. അടുത്ത കൂട്ടുകാരൻ ബിന്റെ കൂട്ടുകാരൻ ബ്രോമിഡോ. പിന്നെ നമ്മൾ സ്വന്തം എഴുതാ കൊബാൾട്ട്. ഇനി നമുക്ക് ഫുഡ് കൊടുക്കണ്ടേ? കൊബാൾട്ട് കാറ്റയോൺ ആയ കാരണം AT ഒന്നുമില്ല ഇവിടെ. കൊബാൾട്ടിന്റെ നമ്പർ എത്രയാണ്? 3 ആണ്. എന്ത് 3? റോമൻ ലെറ്ററിൽ 3. പിന്നെ SO4 ഉണ്ട്. SO4 നമ്മൾ എന്താ പറയാടാ? SO4 സൾഫേറ്റ് അല്ലെ? സൾഫേറ്റ്. ഓക്കെ, എല്ലാവരും എഴുതി കാണും. ചെക്ക് ചെയ്യാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ ഞാൻ ഉറപ്പ് പറയുന്നതോടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, CREN കയറി വന്നിട്ടുണ്ടല്ലേ? വെറൈറ്റി സാറേ. EN വന്നാൽ ശ്രദ്ധിക്കണം. EN എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി നെയിം ആണ്. എക്സാമിന് ഓർക്കുക, ലെങ്ത് നെയിം. എന്തൊരു കഷ്ടം സാറേ. വരുമോ EN വരുമോ എന്ന് പറഞ്ഞാൽ EN വരും കേട്ടാ. EN ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ലെങ്തി നെയിമാണ്, ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. എന്താ മക്കളെ? ഈത്തൈൻ. ഈ EN വായിക്കുമ്പോ തന്നെ കിട്ടില്ല. ഈത്തൈൻ 0 ആണ് വേണ്ടത്. ഈത്തൈൻ 1,2 ഡൈഅമൈൻ പഠിച്ചു വെച്ചോട്ടാ. EN വരും. EN വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, നോക്കടാ. എല്ലാരും എഴുതിക്കേ, ട്രൈ ചെയ്തേ. ഇവിടെ ഒരു ചെറിയൊരു കാര്യം വരുന്നുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞു തരാം കേട്ടാ. ഫസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാടാ? നമ്മളെ കൂട്ടുകാരൻ ആരാടാ? ട്രൈ അല്ലെ? നമ്മൾ ആദ്യം ട്രൈ അല്ലെ? നമ്മൾ അങ്ങനെ എഴുതും അല്ലെ? എഴുതുന്ന പോലെ എഴുതിയാൽ ട്രൈ ഈതൈൻ. പിന്നെ നമ്മൾ എന്താണ്? 1 ഒരു ഐഫൺ ഉണ്ട്. 1,2 ട്രൈ ഈതൈൻ 1,2 ഡൈഅമൈൻ അല്ലെ? ഡൈഅമൈൻ നിങ്ങൾ എഴുതിട്ടപ്പാ. ഡൈഅമൈൻ സാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എഴുതിക്കോ. ഡൈഅമൈൻ. ഇനി നമ്മൾ ആര് വന്നു?
കൂട്ടുകാരൻ ആര് വരും? CR വന്നു അല്ലെ? CR നമ്മൾ എന്ത് പറയും? ക്രോമിയം അല്ലെ? ക്രോമിയത്തിന്റെ ഓക്സിജൻ ഇത് എത്ര നമ്പർ എത്രയാണ് കണ്ടുപിടിച്ചോളൂ. En0 അല്ലെ? സോ Br മൈനസ് ആണ്, സോ -3. സോ അതെന്തായിരിക്കോടാ? +3. ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കിട്ടും +3. ഓക്കെ 3. പിന്നെ നമ്മൾ ആരാണ് എഴുതുക? അപ്പൊ അതിന്റെ മൊത്തത്തിൽ ഇത് കാറ്റയോൺ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് കൗണ്ടർ ആണ് ലാസ്റ്റ് ആണ് എഴുതേണ്ടത് നമുക്കറിയാം. ബ്രോമൈഡ് അല്ലെ? Br എന്ന് പറഞ്ഞാൽ ബ്രോമൈഡ്, ഫൈനലി ബ്രോമൈഡ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഈ ട്രൈ ഉള്ള സ്ഥലത്ത് ഒരു ശ്രദ്ധ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് വന്നാല് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പറയുന്നതാണ് ഇതിന്റെയൊക്കെ കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ ചിലർക്ക് പേടിയും. ഇവിടെ ഡൈയോ ട്രൈയോ ടെട്രയോ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ അത് പഠിച്ചു വെച്ചാൽ മതി. ഇത് അങ്ങനെ വന്നാൽ ഒന്നുമില്ല. ഈ ട്രൈ എന്ന് മാറിയിട്ട് അത് എന്തായി മാറും? ട്രിസ് ആയി മാറും. 2നെ ബിസ് എന്നും 3നെ ട്രിസ് എന്നും 4നെ ടെട്രാ പറയാൻ പറ്റാത്ത ഒരു സാധനമായപ്പോല്ലോ ടെട്രാ കിസ് ആണ്. ടെട്രാ കിസ്. അപ്പൊ ട്രൈ എന്ന് മാറ്റി ട്രിസ് ആക്കി കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം പേരാണ്. ട്രൈക്ക് പകരം ട്രിസ് ആക്കി കൊടുക്കുക. ഇത് വന്നാല് കേട്ടാ, വന്നിട്ടുണ്ട്. പൊന്നു മക്കളെ വളരെ ഈസി ആയിട്ട് ആ കോർഡിനേഷൻ നമ്പറിന്റെ പേര് കൊടുക്കാൻ ജസ്റ്റ് ഒരു ഫണ്ണായിട്ടാണ് സാർ ഇത് അവതരിപ്പിക്കുന്നത്. സോ ഇത് നിങ്ങൾ വലിയ സംഭവം പോലെ പഠിച്ചാൽ അത് വട്ടുപിടിക്കും. ഇതൊരു ഫണ്ണായിട്ട് പേര് കൊടുക്കുന്നതൊക്കെ ഒന്ന് പഠിച്ചാൽ നമ്മുടെ പേര് അല്ലെ, നമ്മൾ പുറത്തുള്ള യൂറോപ്യൻ സ്ഥലത്ത് പോയ പേര് എല്ലാം വ്യത്യസ്ത പേരുകളാണ് അല്ലെ, പല ആളുകൾക്കും പല പേരാണ്. സോ അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേര് കൊടുക്കുന്നത് വെറൈറ്റി ആയിട്ട് നമ്മൾ പഠിച്ചു എന്ന് മാത്രം അത്രയും ആലോചിക്കേണ്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ കെമിസ്ട്രിനെ കുറിച്ച് ആദ്യകാലം വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സാമിന് ആൻസർ ചെയ്യാം. എടാ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ തൊട്ടടുത്ത് വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് തരണം, തന്നേ പറ്റൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് എഴുതി പോയിക്കോ, ഒരു കുഴപ്പമില്ല. സാർക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരണം. നിങ്ങൾ അഭിപ്രായം തീരാ കമന്റ് ആയിട്ട് സാറോട് പറ, സാർ റിപ്ലൈ തരും. ഓക്കെ മക്കളെ, അടുത്ത ടോപ്പിക്കിൽ ഓർഗാനിക്കിൽ കാണാം. ബൈ ബൈ.